ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ കല്യാണത്തിൻ്റെ ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നൈറ്റ് ഞങ്ങൾ റിസപ്ഷനിൽ കിട്ടിയ കുറച്ച് ഗിഫ്റ്റ്സൊക്കെ പൊട്ടിച്ച് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അതിനുശേഷം ഇവിടെ ഞങ്ങൾക്ക് വയ്ക്കാൻ വേണ്ടി പൂവൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളവിടെ നെയിൽ പോളിഷൊക്കെ ഇട്ട് സെറ്റായിക്കൊണ്ടിരിക്കുമായിരുന്നു. അതിനുശേഷം പിന്നെ സ്കിൻ കെയറിലോട്ട് പോയി കേട്ടോ. കുറച്ച് ഉപ്താൻ പൗഡറൊക്കെ ഇട്ട് അങ്ങനെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അന്ന് നൈറ്റ് ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമായിരുന്നു. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അടുത്ത ദിവസം കല്യാണമല്ലേ, അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെ കുറഞ്ഞതൊരു മണിക്കൂർ എന്തോണം ഞങ്ങളന്ന് ഉറങ്ങിയിരുന്നത്. ഗുഡ് മോർണിംഗ്. സമയം ഇപ്പോൾ വെളുപ്പിന് 2 മണിയാണ്. നമ്മൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോകാൻ ഇവിടെ ആരും എണീറ്റില്ല. നമ്മൾ 4 മാത്രമേ എണീറ്റുള്ളൂ. അപ്പോൾ ഇനി കല്യാണത്തിന് കാണാം. ചേച്ചി കോഫിയൊക്കെ ഇട്ടുന്നു ഗൈസ്. കോഫി വയ്ക്കാം. ഗൈസ്, ഞങ്ങളങ്ങനെ 3 മണിക്ക് ബ്യൂട്ടി പാർലറിലോട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ വെളുപ്പിന് 3 മണിക്ക് ബ്യൂട്ടി പാർലറിലോട്ട് പോവുകയാണ് കേട്ടോ. പോകുമ്പോഴും ഞങ്ങൾ പെട്രോളൊക്കെ അടിച്ചിട്ടാണ് കേട്ടോ പോയത്. ഞങ്ങൾ ഏകദേശം ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ എത്തിയായിരുന്നു. നമ്മൾ അവസാനം എത്തി, ബ്യൂട്ടി പാർലറിലെത്തി. ഞങ്ങൾ അവിടെ എത്തിയിട്ട് അവിടുത്തെ ചേച്ചിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ ചേച്ചി അവിടെ എത്തിയായിരുന്നു. ഡെഡിക്കേഷൻ ലെവൽ എന്ന് വെച്ചാൽ ഇതാണ് ഡെഡിക്കേഷൻ ലെവൽ. ഇതാണ് ഗൈസ് ഡെഡിക്കേഷൻ ലെവൽ. അവക്ക് പോലും അല്ലേ കിട്ടണത്, നമുക്കാണ് കിട്ടണത്. പിന്നെ അങ്ങോട്ട് ഞങ്ങളെ പരിപാടി തുടങ്ങിയായിരുന്നു കേട്ടോ. ചേച്ചിക്ക് ആദ്യമേ സാരിയെല്ലാം ഉടുപ്പിച്ച് മേക്കപ്പ് തുടങ്ങിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഓരോരുത്തരായിട്ട് ഹെയർ എല്ലാം ക്രിംപ് ചെയ്തായിരുന്നു. അതിനുശേഷം ചേച്ചിയുടെ മേക്കപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഹെയർ സ്റ്റൈലിങ്ങും പിന്നെ ഇനി ഓർണമെൻറ്റ്സും കൂടെ ഇട്ടാൽ മതിയായിരുന്നു. ഞങ്ങൾക്കും അതിൻ്റെ ഇടയ്ക്ക് സാരിയെല്ലാം ഉടുപ്പിച്ച് തന്നായിരുന്നു കേട്ടോ. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കെല്ലാം സാരിയെല്ലാം ഉടുപ്പിച്ച് തന്ന് ഞങ്ങളുടെ മേക്കപ്പും തുടങ്ങിയായിരുന്നു കേട്ടോ. ചേച്ചിയുടെ ഓവറോൾ ലുക്ക് ഇതാണ് കേട്ടോ. അങ്ങനെ ചേച്ചി ഫുൾ റെഡിയായി നേരെ ഫോട്ടോഷൂട്ടിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബാക്കി ഫുൾ ഞങ്ങളെ ഒരുക്കൽ ചടങ്ങായിരുന്നു. അവിടെ ഞങ്ങൾക്ക് മേക്കപ്പും ഫുൾ ഹെയർ സ്റ്റൈലിനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേര് റെഡിയായി നേരെ ഓഡിറ്റോറിയത്തിലോട്ടാണ് കേട്ടോ പോയത്. ഇതാണ് കേട്ടോ ഓഡിറ്റോറിയം. അവിടെ എത്തിയിട്ട് കൊച്ചിനെ റെഡിയാക്കി എടുക്കുമായിരുന്നു. അവനും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് അവനെയും റെഡിയാക്കി എടുത്തായിരുന്നു. ഇതാണ് കേട്ടോ മണ്ഡപം. ഭയങ്കര ഭംഗിയിലാണ് അവരെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. വളരെ കുറച്ച് ക്ലിപ്പ് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം താലപ്പൊലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര ഭംഗിയായിട്ട് ഞങ്ങളുടെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞായിരുന്നു. കല്യാണമൊക്കെ നല്ല ഭംഗിയായിട്ട് നടന്ന് ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് വന്നായിരുന്നു കേട്ടോ. വന്ന് റെഡിയായി നേരെ അടുക്കള കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഏകദേശം ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ചേട്ടൻ്റെ വീട്ടിലോട്ട്. അങ്ങനെ ഞങ്ങൾ അടുക്കള കാണാൻ വേണ്ടി ബസ്സിൽ കയറി ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ മിലുവിൻ്റെ പാട്ട് തുടങ്ങിയത്. അങ്ങനെ മിലുവിൻ്റെ പാട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചായിരുന്നു കേട്ടോ. അവിടെ നിന്ന് 2 വണ്ടിയിലായിട്ടാണ് അടുക്കള കാണാൻ വേണ്ടി പോയത്. പോകും വഴി വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ട് ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ചാണ് കേട്ടോ പോയത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി, ചേട്ടൻ്റെ വീട്ടിലെത്തിയായിരുന്നു. അവിടെ ഞങ്ങൾ കയറി വീടൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിലായിട്ട് പോയായിരുന്നു കേട്ടോ. ഓഡിറ്റോറിയത്തിൽ പോയി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കും ഇവിടെ ഒരാൾ ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ട് പിണങ്ങി ഇരിക്കുകയാണ് കേട്ടോ. അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ ചേച്ചിയോട് യാത്രയും പറഞ്ഞ് ഇറങ്ങിയായിരുന്നു കേട്ടോ. അവിടെ നിന്ന് തിരിച്ച് പോയപ്പോഴും വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ച് ഭയങ്കര എൻജോയ് ചെയ്താണ് കേട്ടോ വീട്ടിലോട്ട് പോയത്.
അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Feeling